ഇനി നമ്മൾ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം, ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാചകം ഒന്ന് ഓർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു വാഹനവും ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കാൻ കഴിയുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ഡ്രൈവിങ് പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും അതുപോലെ തന്നെ ഒരു ബിഗിനർ ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വണ്ടി നല്ല തിരക്കുള്ള ട്രാഫിക്കിൽ ഓടിക്കുക എന്നുള്ളത്. നമ്മൾ അതിന് ഒരു വണ്ടിയുടെ ക്ലച്ച് കൺട്രോളിങ് മാത്രം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. കാരണം നമുക്ക് ഒരേ മെത്തേഡിലല്ല ഒരു ട്രാഫിക്കിൽ ഓടിക്കേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻ വരും. ചിലപ്പോൾ സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും, ചിലപ്പോൾ പതിയെ വണ്ടി നിർത്തിയെടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും, ചിലപ്പോൾ വണ്ടിയെ ഏറ്റവും സ്ലോയിൽ പതുക്കെ നീക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടാൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ്. ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു വണ്ടിയെ മൂവ് ആക്കേണ്ട സാഹചര്യമാണ് ട്രാഫിക്കിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും മറ്റൊരു ഗിയർ കൊടുക്കരുത്. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് 2-3 മെത്തേഡിൽ ട്രാഫിക്കിൽ എടുക്കേണ്ടി വരും. അതിലെ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നിരപ്പ് റോഡിലൊരു വണ്ടിയെ പതിയെ ഒന്ന് മുന്നോട്ട് മൂവ് ആക്കുകയും നിർത്തേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് പെഡലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാല് എടുക്കുക. നിരപ്പ് റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന അയക്കുമ്പോൾ നമുക്കറിയാം വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നിരപ്പ് റോഡായതുകൊണ്ട് പുറകോട്ട് ഉരുണ്ടു പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ഇതുപോലെ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് നിങ്ങൾ പതിയെ ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുക. ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ക്ലച്ച് ചെയ്യുന്ന പതുക്കെ റിലീസ് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചു. കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. അതിനുശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യം പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഇവിടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക. ചെറിയ രീതിയിൽ ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു. അപ്പോൾ വണ്ടി മൂവായി. ഇനി നിർത്താൻ നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ക്ലച്ച് ഔട്ടിയിട്ട് ഈ ബ്രേക്ക് പെഡലിലേക്ക് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് വളരെ വേഗത്തിൽ കാല് വരിക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പതിയാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു നിരപ്പ് റോഡിൽ എടുക്കുമ്പോൾ വേഗത്തിൽ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിൽ വെക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടിയെ നമുക്ക് പതുക്കെ മുന്നോട്ടെടുക്കാനും അതുപോലെ തന്നെ പതുക്കെ ഇതുപോലെ വണ്ടിയെ നിർത്താനും കഴിയും. ഇതുണ്ടോ, കണ്ടില്ലേ? എടുക്കുന്നു, വണ്ടി നിർത്തുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്നു, വണ്ടി നിർത്തുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കണം. ഇങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടിയെ പതുക്കെ നീക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു നിരപ്പ് റോഡിലുള്ള ഭാഗത്ത് മാത്രമല്ല വണ്ടി എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു കയറ്റത്തുള്ള ട്രാഫിക്കിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ വരുന്ന മെത്തേഡ് വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾ മറ്റൊരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു ചെറിയ കയറ്റത്തെ വണ്ടി ഇവിടെ നിർത്തുകയാണ്. ഇവിടെ ഒരു ട്രാഫിക്ക് വന്നു, പുറകിലൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വണ്ടി നിർത്തുന്നു, ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല. കാരണം ബ്രേക്കിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. അപ്പോൾ ബ്രേക്കിൽ ചവിട്ടി നന്നായിട്ട് പിടിക്കുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു. കണ്ടോ? അപ്പോൾ ഇത്രയും വേഗത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മൾ എത്തിയാൽ ഉടൻ തന്നെ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ ചെരിച്ച് ചവിട്ടുന്ന, അതായത് ചവിട്ടി കൊടുക്കുന്ന ടൈമിൽ ക്ലച്ച് പോയിന്റിൽ നിന്ന്, അതായത് ആ ബൈറ്റിംഗ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ നോക്കിയേ, കണ്ടോ? ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത ടൈമിൽ ക്ലച്ചിൽ നിന്ന് ഞാൻ കാലയച്ചു. അപ്പോഴാണ് എനിക്ക് വണ്ടി നീങ്ങിയത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് വളരെ ലേറ്റൻസി വരും. അങ്ങനെ എടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വണ്ടി പുറകോട്ട് പോകും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, പുറകിലൊരു വണ്ടി വന്നു. ഞാനിതേ കണ്ടോ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി
ഈസി ആയിട്ട് നീക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ എങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു അത്യാവശ്യം നമുക്ക് വീതി ഉള്ള ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വണ്ടി ഒതുക്കി നിർത്തി, തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിർത്തുക. ഒതുക്കി നിർത്തിയിട്ട് നിങ്ങൾ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ മൂവ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് മാത്രം ഒരു വണ്ടിയെ മൂവ് ആക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഒരു ട്രാഫിക്കിൽ നമുക്ക് സ്ലോ മൂവിങ് എങ്ങനെ ചെയ്യാം, അത് ക്ലച്ച് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ബ്രേക്ക് പെഡലിൽ നിന്ന് പതുക്കെ കാലേക്ക്. ഇപ്പം നിങ്ങൾ നോക്കുക, ബ്രേക്ക് നയിക്കുന്നു, വണ്ടി ഒരു സൈഡിലേക്ക് നീങ്ങുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് പെഡലെ വെറുതെ കാല് വെച്ചേക്കുക. ഒരു കാരണവശാലും എടുത്ത് ആക്സിലറേഷൻ കൊടുക്കരുത്, ബ്രേക്ക് ചവിട്ടുകയും ചെയ്യരുത്. ഓക്കെ, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് വണ്ടിയെ മൂവ് ആക്കുക. അതിനെന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം. ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് നമ്മൾ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, അപ്പോൾ തന്നെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നിരപ്പ് റോഡാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, വീണ്ടും ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇതേ പതിയെ കാലയക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വണ്ടി കണ്ടോ പതിയെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നീങ്ങുവാണ്. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല. ഇനി വണ്ടി നിർത്തേണ്ട സമയം വരുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. ഇത് അത്യാവശ്യം നമുക്ക് ചെറിയ നിരപ്പ് റോഡിലുള്ള ട്രാഫിക്കിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് ഇങ്ങനെ ക്ലച്ച് ബാലൻസ് ചെയ്താൽ കഴിയും. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻറ്റ് കിട്ടാനായിട്ട്, അതായത് നമ്മൾ ക്ലച്ച് നയിക്കുമ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബ്രേക്ക് എന്ന കാലെടുക്കുക. ഇനി നമ്മൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഓടിക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ഇതേ ആക്സിലറേഷൻ പെഡലിൽ വെക്കുക, കൊടുക്കേണ്ടതായിട്ടില്ല. അതിനുശേഷം നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി പതുക്കെ മൂവാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് മൂവ്മെൻറ്റ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇവിടെ ആക്സിലറേഷൻ ലൈറ്റായിട്ട്, അതായത് ഏറ്റവും പൊടിക്ക് കൊടുക്കുക. ഇതേ ഇപ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങി കണ്ടോ. അതിനുശേഷം വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് ഇങ്ങനെ ചവിട്ടി താക്കുന്ന സമയത്ത് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരും. അപ്പോൾ നമുക്കിതേ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഇതുപോലെ ഓടിക്കാം. ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ പെഡലേ വെക്കുന്നു, ക്ലച്ചേ നയിക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഒപ്പം നമ്മൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ പതിയെ വണ്ടിയെ മൂവ് ആക്കുന്നു. ഇനി വണ്ടിയെ നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടുന്നു, ഒപ്പം ബ്രേക്കിലേക്ക് വരുന്നു. വീണ്ടും നമുക്ക് വണ്ടിയെ മൂവ് ആക്കണം. ബ്രേക്ക് എന്ന കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടിയെ പതിയെ നീക്കാം. ഇനി വീണ്ടും ഇവിടെ വണ്ടി വീണ്ടും ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു. ഫസ്റ്റ് ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്കേ വന്ന് വണ്ടി നിർത്തുക. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച്, ഇപ്പം ഞാൻ കണ്ടില്ലേ ഇവിടെ ഒരു തിരക്കില്ലാത്ത റോഡിലാണ് ഇത് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ഒരു തിരക്കില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യം എടുത്ത് ബ്രേക്കേ വെക്കരുത്, ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കേ വെക്കുക. കാരണം നമ്മളൊരു വണ്ടിയെ പതിയെ മുന്നോട്ട് മൂവ് ആക്കാനും നിർത്താനുമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഓൾറെഡി വണ്ടിക്ക് സ്പീഡ് കൂടുതലല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇതുപോലെ നീങ്ങുന്ന സമയത്ത് ആദ്യം ഇവിടെ ബ്രേക്കിലെടുത്ത് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ചവിട്ടിയാൽ സംഭവിക്കുന്നത് ബ്രേക്കിൻ്റെ അളവ് ആദ്യം അങ്ങ് ചവിട്ടി കൂടും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വണ്ടി ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് ബ്രേക്ക് ചവിട്ടുന്നത് കൊണ്ട് തന്നെ വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം, ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. തീർച്ചയായിട്ടും പരിശ്രമിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.